വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിലെ ദ കോമ്പസ് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മെറ്റഫർ ഓഫ് എ കോമ്പസ് എന്നുള്ളത് സജസ്റ്റ് ചെയ്യുന്നുള്ളത് ഡയറക്ഷൻ, കൺട്രോൾ, അതുപോലെ തന്നെ നാവിഗേഷനൊക്കെയാണ് ഈ ഒരു കോമ്പസ് എന്ന മെറ്റഫർ സജസ്റ്റ് ചെയ്യുന്നുള്ളത്. ഇനി ഹിസ്റ്റോറിക്കലി എടുത്തു നോക്കുകയാണെങ്കിൽ കോമ്പസ് എന്നുള്ളത് നാവിഗേഷനും എക്സ്പ്ലോറേഷനും ഒക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇനി പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എടുത്തു നോക്കുകയാണെങ്കിൽ ചിന്നു അച്ചേബേൻ്റെ തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന വർക്കിൽ റിജക്റ്റ് ചെയ്യുന്നുണ്ട് കൊളോണിയൽ കോമ്പസ്. ആ ഒരു കൊളോണിയൽ കോമ്പസ് എന്നുള്ളത് പൊസിഷൻ ചെയ്യുന്നുള്ളത് ആഫ്രിക്ക എന്നുള്ളത് ഡാർക്കായിട്ടും അതുപോലെ തന്നെ ഹിസ്റ്ററി കൂടാതെയുള്ള ആഫ്രിക്കയായിട്ടാണ് പൊസിഷൻ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ സൽമാൻ റുഷ്ദീൻ്റെ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന വർക്കിൽ റീസെൻ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചരിത്രമാണ്, ഒരിക്കലും ബ്രിട്ടനെ പറ്റിയിട്ടുള്ളതല്ല. റീസെൻ്റ് ചെയ്യുന്നുള്ളത് ഹിസ്റ്ററി അറൗണ്ട് ഇന്ത്യയെ പറ്റിയിട്ടുള്ള ഹിസ്റ്ററിയാണ്, ഒരിക്കലും ബ്രിട്ടനെ പറ്റിയിട്ടുള്ള ഹിസ്റ്ററി അല്ല എന്ത് ചെയ്യുന്നുള്ളത് സൽമാൻ റുഷ്ദീൻ്റെ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന വർക്കിൽ റീസെൻ്റ് ചെയ്യുന്നുള്ളത്. റൈറ്റേഴ്സ് ആയിട്ടുള്ള അമിതാവ് ഘോഷ് അതുപോലെ തന്നെ സൽമാൻ റുഷ്ദി എന്നിവർ ഈ ഒരു അമിതാവ് ഘോഷിൻ്റെ ദ ഷാഡോ ലൈൻസ് എന്ന വർക്കിലും അതുപോലെ തന്നെ സൽമാൻ റുഷ്ദീൻ്റെ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന വർക്കിലും റിവീൽ ചെയ്യുന്നുള്ളത്, വെളിപ്പെടുത്തുന്നുള്ളത് എങ്ങനെയാണ് കൊളോണിയൽ മാപ്പിംഗ് അതുപോലെ തന്നെ എങ്ങനെയാണ് ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സ് ആർട്ടിഫിഷ്യൽ ലൈൻസ് ഇമ്പോസ് ചെയ്യുന്നുള്ളത്, ആർട്ടിഫിഷ്യൽ ലൈൻസ് ചുമത്തുന്നുള്ളത്, അതുപോലെ തന്നെ ഇൻഡിജീനിയസ് പേഴ്സ്പെക്റ്റീവ്സ് തദ്ദേശീയമായ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് ഇറേസ് ചെയ്യുന്നുള്ളത് എന്ന കാര്യം ഇവരുടെ ഈ ഒരു വർക്കിലൂടെ ഈ രണ്ട് റൈറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്, റിവീൽ ചെയ്യുന്നുണ്ട്. ഇനി ഗുങ്കിവ തിയാഗോ ഇൻ കൊളോണൈസിങ് ദ മൈൻഡ് എന്ന വർക്കിൽ ഇൻസിസ്റ്റ് ചെയ്യുന്നുള്ളത് ആഫ്രിക്കൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുള്ളത് ആസ് എ വേ ഓഫ് ടേണിങ് ദ കൾച്ചറൽ കോമ്പാസ് ബാക്ക് ടു ഇൻഡിജീനിയസ് റൂട്ട്സിലേക്കുള്ള ഒരു കൾച്ചറൽ കോമ്പാസ് ബാക്ക് ആയിട്ടാണ് ആഫ്രിക്കൻ ലാംഗ്വേജിൻ്റെ ഒരു വേ ഓഫ് ടേണിങ് എന്നതായിട്ടാണ് ഈ ഒരു ഗുങ്കിവ തിയാഗോ ഡീകോളനൈസിങ് ദ മൈൻഡിൽ യൂസ് ചെയ്യുന്നുള്ളത് ആ ഒരു വർക്കിൽ. ദ മെറ്റഫർ ഓഫ് ദ കോമ്പാസ് എന്നുള്ളത് ഇറ്റ്സ് എ പവർഫുൾ വേ ടു അണ്ടർസ്റ്റാൻഡ് ബ്രിട്ടീഷ് എംപയറിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ ആഫ്റ്റർ ലിവ്സ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിലുള്ള ബ്രിട്ടീഷ് എംപയറിൻ്റെ ആഫ്റ്റർ ലിവ്സിൻ്റെയും റോൾ മനസ്സിലാക്കാനുള്ള ഒരു പവർഫുൾ വേ ആയിട്ടാണ് ഈ ഒരു കോമ്പാസ് എന്നുള്ള മെറ്റഫർ എന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ബ്രിട്ടീഷ് എംപയറിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിലുള്ള ആഫ്റ്റർ ലിവ്സിൻ്റെയും റോൾ മനസ്സിലാക്കാനുള്ള ഒരു പവർഫുൾ വേ ആണ് കോമ്പാസ് എന്ന മെറ്റഫർ. ഇനി കോമ്പാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡയറക്ഷൻ, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് സെൻറ്റർ, അതുപോലെ തന്നെ ഡിഫൈൻ ചെയ്യുന്നുള്ളത് ഓറിയൻറ്റേഷനും കൂടിയാണ്. ഇനി പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ കോമ്പാസ് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ എന്നുള്ളത് സെർവ് ചെയ്യുന്നുള്ളത് ആസ് ബോത്ത് എ റിമൈൻഡർ ഓഫ് കൊളോണിയൽ ഡോമിനേഷനായിട്ടൊരു റിമൈൻഡർ ചെയ്യുന്നുണ്ട് ഈ ഒരു ബ്രിട്ടീഷ് എംപയറിൻ്റെ കോമ്പാസ് എന്നുള്ളത് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ. അതുപോലെ തന്നെ സൈറ്റ് ഓഫ് റെസിസ്റ്റൻസ്, പ്രതിരോധമായിട്ടും അതുപോലെ തന്നെ ഈ ഒരു കോളനികളുടെ ആധിപത്യമായിട്ടുമാണ് ഈ ഒരു ബ്രിട്ടീഷ് എംപയറിനെ കോമ്പാസിനെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ സെർവ് ചെയ്തതായിട്ട് കാണിക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.